പുതിയ ക്യാമറമാൻമാരെ രണ്ട് മൂന്ന് ആളുകളെ താങ്കളുടെ ആദ്യ പടങ്ങളിലൂടെ താങ്കളാണ് ആദ്യം സിനിമ വേദിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇത് അവരെ അങ്ങനെ കണ്ടെടുക്കാൻ കാരണം അവരുടെ കഴിവ് മുമ്പ് കണ്ടറിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്? എന്താണ് അത് അവരെ തന്നെ താങ്കൾ സെലക്ട് ചെയ്യുന്നത്? അതല്ല പ്രോത്സാഹനം കൊടുത്തതാണോ? അവര് ബാക്കി എല്ലാവരും മൂന്നാളും എല്ലാവരും ഗോൾഡ് മെഡലിസ്റ്റ് ആട്ടോ. ബെസ്റ്റ് ക്യാമറയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളവരാണ് 4 ആള്. അപ്പൊ അത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാല് ഞാനാണ് ആദ്യത്തെ പടം എടുത്തിരിക്കുന്നത്. അവിടെ ക്യാമറാമാൻ്റെ പ്രൊഫസറായിരുന്നു, ഒരു KPR നായർ, മലയാളിയായിരുന്നു. അപ്പൊ എനിക്ക് വരുമ്പോൾ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളതായിട്ടുള്ള, അല്ലാണ്ട് നമ്മൾ കണ്ടതിന്റെ ശേഷം അത് നന്നാവുന്നുള്ളതായിട്ടില്ല. എനിക്ക് അവരെ വെട്ടിയിട്ട് പിന്നെ അതുപോലെ നടന്മാരെയൊക്കെ തന്നെ ഇപ്പൊ ഇതില് മുഴുവൻ 2 ആളെ ഒഴിച്ചിട്ട് രാഘവൻ തന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത്. രാഘവനും തിലകനും തന്നെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്. അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇവരെ നന്നാക്കാം. എനിക്ക് ഇഷ്ടമുള്ള ജാതി മറ്റൊരു സ്റ്റാറായിട്ട് തന്നെ അഭിനയിക്കുള്ളൂ. മമ്മൂട്ടിനെ എടുത്താലും മമ്മൂട്ടിയുടെ ഒരു ഗാക്സ് ഉണ്ട്, എങ്ങനെയൊക്കെ അത് ചെയ്യും മമ്മൂട്ടി. അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മമ്മൂട്ടി ഇന്നതാണ്. 2 നല്ല തകർപ്പൻ സംഭാഷണമെങ്കിൽ അത്ര നന്നായി. മോഹൻലാലിൻ്റെ വളരെ ഈസായിട്ട് അഭിനയിക്കും. പക്ഷെ അതിലും തന്നെ മോഹൻലാലിൻ്റെ മൂവ്മെൻറ്റ്, ബോഡി മൂവ്മെൻറ്റ് ഇത്ര ഇതായിട്ടുള്ളതും അതിനൊരു ഋതമുണ്ട് അതിൻ്റെ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ മോഹൻലാലിൻ്റെ അഭിനയം മോശമെന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന് വലിയ ഡയലോഗ് വലിയ ഗാമ അല്ലെങ്കിൽ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള ശൈലികൾ അതുപോലെ തന്നെ ചില ഗാഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ കഥാപാത്രത്തിന് അനുസരിച്ച് പറ്റുന്ന ഇതാവണം എന്നുള്ള പിന്നെ അഭിനയിക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ പുതുമുഖങ്ങളെ നടന്മാരായിട്ടിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളത്, അതായത് ചില ക്യാമറയിൽ മൂവ്മെൻ്റാണ് അധികം ചിക്കൽ. മൂവ്മെൻറ്റിന് പറ്റുന്ന ആരാണ് നോക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കും KPR നായരോട് ചോദിക്കും, ഏതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന പുതിയ നല്ല പ്രോഡക്റ്റ്സ് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അവരെ കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് വെച്ചെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, ഒരു കുട്ടി എത്ര എക്സ്പോസ് ചെയ്യുന്നുണ്ട്, എത്ര നല്ല അവൻ എന്ത് ട്രെയിനിങ് കിട്ടുന്നൊക്കെ. അപ്പോൾ വന്നവരെ തന്നെ എനിക്ക് ഇതിപ്പോൾ ഞാൻ ഫീച്ചർ ഫിലിമിൻ്റെ കഴിഞ്ഞു വിട്ടു, ഒരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ ഒത്തിരി പുതിയ ആളുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് ആവശ്യമുള്ളത്. ഏതാണ്ട് ക്യാമറാമാനും ഇഷ്ടമുള്ളതല്ല. എൻ്റെ ഒരു സിനിമയിൽ മുഴുവൻ മൂവ്മെൻ്റ് ആണ് വെച്ചെങ്കിൽ ഇതിന് മൂവ്മെൻ്റ് ഇല്ല. ആകെ 2 ട്രക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, വളരെ സ്ലോയില് 2 പ്രാവശ്യം ഒന്ന് ബൈബിൾ വായിക്കുമ്പോൾ പിന്നെ തിലകരിക്കുമ്പോൾ ആകെ 2 ട്രക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്ലോ മോഷൻ, അതായത് ഞാൻ പറഞ്ഞില്ല, ഈ പ്രത്യേക ക്യാമറ Arri 3 എന്ന് പറഞ്ഞ ക്യാമറ സ്ലോ മോഷനാണ് സാധാരണ 1 ദിവസത്തിനോ 2 ദിവസത്തിനോ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഇതിലെ ആകെ ഒറ്റ സ്ലോ മോഷനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് എടുക്കലല്ല എൻ്റെത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത്, ചില ക്യാമറമാർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ധൂം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞാൽ എടുക്കുന്നത് എൻ്റെതിനോട് ഈ പർട്ടിക്കുലർ സിനിമയ്ക്ക് അങ്ങനത്തത് ഇല്ല എന്നുള്ളത് കൊണ്ട്, മധുവമ്പാട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് ഞാൻ അവരെടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റിനെ രൂപപ്പെടുത്തുന്ന അത് തന്നെ എനിക്ക് ആവശ്യമുള്ളത് തരാൻ സാധിക്കുന്ന ഒരാളായുമ്പോൾ മാത്രമേ ഞാൻ എടുക്കൂ. അല്ലാണ്ട് അവർ പേര് കേട്ടിട്ട് അവർ പറയുന്ന ക്യാമറ വയ്ക്കുക, ചിലവർ കണ്ടമാനം മൂവ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ക്യാമറ വയ്ക്കുക, അത് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എൻ്റെ ആവശ്യത്തിന് അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ അതിന് മാത്രം അവർക്ക് കഴിവുണ്ടാവുമെന്നും നോക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് തരാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്ന് നോക്കിയിട്ടും, അതുകൊണ്ടാണ് ഞാൻ അവരെടുക്കുന്നത്. ഇനി നാടകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നാടകം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിരുന്ന ഈ പ്രൊഫഷണൽ നാടകം, അമേച്ചർ നാടകങ്ങൾ ഇങ്ങനെ തരുന്നൊരു പ്രൊഫഷണൽ നാടകമാണോ ഒന്ന് നാടകത്തിന് പ്രേക്ഷകരുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നത്? ഈ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ മാസ് ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാറിയല്ല, അവരുടെ ടേസ്റ്റ് അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇലക്ഷന് അവർ വോട്ട് ചെയ്യുന്ന, അവരെങ്ങനെയെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നാൽ വോട്ട് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ നേരെ വിപരീതമായാലും ഒരു കുഴപ്പമില്ല. അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞതിൻ്റെ യാതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവൻ ഇൻഗ്രാഫെന്ന് വിളിക്കും ഏതിലും. പിന്നെ അവൻ ജനിച്ചത് അതിനു വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് ഭരിക്കുന്നവരുണ്ട്. അവരൊക്കെ അതുപോലെ തന്നെ ഇവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം.
അവരെ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ വേശ്യയല്ലേ നല്ല പെണ്ണുങ്ങളെ കൊടുന്ന് അവരുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ആളെ കയറ്റാൻ പറ്റുന്ന വെച്ചെങ്കിൽ അത് നോക്കുന്നു. അവന് ഇഷ്ടമുള്ളത് നമുക്ക് ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, അതിനുള്ള അഡ്വർടൈസ്മെൻറ്റും ഇതൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം നാടകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രകടന കലയാണെന്ന് പറയാം. അത് ഗ്രീക്കുകളും അതുപോലെ തന്നെ ഭാരതത്തിലൊക്കെ തന്നെ എത്രയോ മുമ്പ് നാടകശാസ്ത്രം ഉണ്ടായിട്ടുണ്ട്. ഭരതൻ്റെ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ തന്നെ നാടക മീമാംസകൾ പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള പോയറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നാട്യശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഭരതമുനിയുടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എത്രയോ നൂറ്റാണ്ട് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അവരതിൻ്റെ ഇതുണ്ടാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അന്നൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പേട്രൻസ് കുറേയൊക്കെ ഇപ്പോൾ ക്ലാസിക്കൽ സംഗീതം, അതായത് ഇപ്പോൾ നമുക്ക് അറിയുന്ന സ്വാതി തിരുനാളുണ്ട്, അവിടെ പോയാൽ സ്വാതി തിരുനാളിൻ്റെ അവിടെ അവർക്ക് വരുന്ന ആളുകൾ പണ്ഡിതന്മാർ മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ, പൊതുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്വാതി തിരുനാളിനെ ആസ്വദിക്കാൻ പറ്റും. അതിൽ ചെറിയതായിട്ടുള്ള ഒരു ശ്രുതിഭംഗം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു താളഭംഗം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഭയങ്കര അവർക്കൊരു ഇറിറ്റേഷൻ തോന്നും, അതില്ലേ. അതുപോലെ അങ്ങനത്തെ പ്രവീണന്മാരായിട്ട് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൽ ഡെവലപ്പ് ചെയ്യും. അതുപോലെ നാടകവും അതെ. നാടകം എന്ന് പറഞ്ഞാൽ ഈ സ്വാഭാവിക അഭിനയമല്ല കേട്ടോ. നാട്യശാസ്ത്രം ഇപ്പം കഥകളിയിലൊക്കെ തന്നെ, അതായത് നാട്യധർമ്മി എന്ന് പറയും. നാട്യധർമ്മി, ലോകധർമ്മി എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം അഭിനയമുണ്ട്. നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ കുറച്ച് അറിയുന്ന ആളുകൾക്ക് മുദ്രയെ പറ്റിയിട്ടും അതിൻ്റെ ഇലോബറേഷൻ വികാരം. കൂടിയാട്ടത്തിൽ ഒരു പദം ദേവ എന്ന് പറഞ്ഞൊരു പദം ഇലോബറേറ്റ് ചെയ്യാൻ 2 ദിവസം എടുക്കുമെന്ന് പറയും. ഒരു പദം ആടി കാണിക്കാൻ വേണ്ടി 2 ദിവസം എടുക്കുക. അവർ കഥകളി കാണില്ല. ഈ കൂടിയാട്ടക്കാർ എന്താണെന്ന് വെച്ചെങ്കിൽ അവരെ സ്റ്റാൻഡേർഡ് പോകും. ഇപ്പം നമ്മൾ കഥകളിയാണല്ലോ ഏറ്റവും വലിയ ഇഷ്ടമായിട്ടുള്ള കഥ എന്ന് വിചാരിക്കുന്നത്, കളി പ്രകടന കല എന്ന് വിചാരിക്കുന്നത്. അത് തന്നെ കൂടിയാട്ടം കുറേയും കൂടിയും 14 കൊല്ലത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അതായത് അത് കഥകളി കാണാൻ വരെ കുട്ടികൾ കഥകളി കാണാൻ പോയാൽ ഗുരു പിന്നെ അവനെ പഠിപ്പിക്കില്ല എന്നാണ് പറയുക, അവൻ്റെ സ്റ്റാൻഡേർഡ് പോകുന്നിട്ട്. അപ്പം അങ്ങനത്തെ അഭിനയ സമ്പ്രദായം ഉണ്ട് എന്ന് പറയും. നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്വാഭാവികമായിട്ടുള്ള അഭിനയമല്ല, അതിൽ കൂടുതലായിട്ട് എന്ന് മാത്രമല്ല നാടകം കൃത്രിമമാണ്. നാടകത്തിൽ പറയാൻ എന്താ ചെയ്യാച്ചെങ്കിൽ വി ആർ പ്രസൻറ്റിങ് ദ പ്ലേ ഫോർ ദി ബ്ലൈൻഡ് ഓൾഡ് ലേഡി who is partially deaf and who is myopic also. അതായത് ഹ്രസ്വദുഃഖമായിട്ടുള്ള കുറച്ച് ഷോർട്ട് സൈറ്റഡ് വൃദ്ധയായിട്ടുള്ള ഏറ്റവും ബാക്കിലിരിക്കുന്ന പെണ്ണിന് വേണ്ടിയിട്ട്, ഒരു തള്ളയ്ക്ക് വേണ്ടിയിട്ട് ചെവിട് പദമാണ്, കണ്ണ് കുറേയും കൂടിയും ഹ്രസ്വദുഃഖ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡാണ്. അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നതെന്ന് നമ്മൾ ഡയറക്ടർ നടന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഉച്ചത്തിൽ പറയണം. ഇവിടെ വിസ്മൃത ബാക്കിലിരിക്കുന്നത് തന്നെ ചെവിട് കുറച്ച് പദമായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടും. അതുപോലെ തന്നെ അവർക്ക് കാണുക. അപ്പം കയ്യും കലാശമൊക്കെ എടുത്തിട്ട് കൂടുതൽ പറയണം, അവിടെ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ ഇതും നാച്ചുറൽ അഭിനയമല്ല. പിന്നെ നാച്ചുറലായിട്ട് ആരും കാണിക്കുന്നില്ല. മമ്മൂക്കാൻ്റെ ചായ ക്ലബ്ബ് കാണിക്കണമെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുറച്ചേ കാണിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? മമ്മൂക്കാൻ്റെ ചായ, അല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ ചായ ക്ലബ്ബിൽ പോയിരുന്ന എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിലെന്താണ് കലയുടെ പ്രധാനം വെച്ചെങ്കിൽ വ്യാജഗ്രാഹ്യ വിവേചനം എന്ന് പറയും. പെയിൻറ്റേഴ്സ് ഇതാ ചെയ്യുന്നു. ഫോട്ടോഗ്രാഫിയിലെല്ലാം വരും. പക്ഷെ പെയിൻറ്റേഴ്സിൽ ആവശ്യമുള്ള തരത്തിൽ ഞാൻ പറഞ്ഞ 3 ഡയമെൻഷൻ 2 ഡയമെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ഈ വസ്തുക്കളുടെ വിന്യാസം അതിനനുസരിച്ചിട്ട് ഈ മീഡിയത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജീവിതമല്ല കാണാനല്ല നാടകം കാണാൻ പോകുന്നത്. അതിൽ കുറേ അധികം വിട്ടുകളയുന്നുണ്ട് നാടകം. അതെ അതിൽ പക്ഷേ ആളുകൾക്ക് ഇഷ്ടം. പിന്നെ ഈ പ്രൊഫഷണൽ ആളുകൾ ഏറ്റവും അധികം ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, സിനിമയുടെ ആയാലും ബാക്കി എന്തിൻ്റെ ആയാലും ഈ ഓഡിയൻസ് വളരെയധികം യാഥാസ്ഥികന്മാരാണ്. അവർ കണ്ട് പരിചയിച്ച് തന്നെ അവർക്ക് കാണണം. അതായത് കോമഡിയൻ, പണ്ടൊക്കെ കോമഡിയൻ നിർബന്ധമായിരുന്നു. അയാൾ എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ അടുക്കളക്കാരും തമ്മിലുള്ള പ്രണയം അതൊന്നില്ലെങ്കിൽ അതൊന്ന് നാടകമല്ല. അല്ലെങ്കിൽ അന്ന് പാട്ട്, പിന്നെ ഹീറോയിനൊക്കെ പാട്ട് പാടും, പിന്നെ ഭയങ്കരമായിട്ട് ഹീർവാണത്തിൽ പ്രസംഗിക്കും. അപ്പോഴൊക്കെ വൺസ് മോർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണം. മരിക്കുന്ന വലിയ അഭിനയിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് കാണിച്ചാലും വൺസ് മോർ പറഞ്ഞാൽ നീട്ടി നിന്നിട്ട് അഭിനയിക്കണം, അത് രണ്ടാമത്. അപ്പോൾ ഇതൊക്കെ തന്നെ
ആളുകളുടെ അഭിരുചിക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കുക, എന്നാലേ പോവുള്ളൂ. അതിൽ നിന്ന് മാറുന്നവരാണ് ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അത് തൻ്റെ ഇടം വേണം, തൻ്റെ ഇടം വേണം, കഴിവും വേണം. മറ്റത് ഓരോരുത്തരും ചെയ്യുന്നത് യേശുദാസിന്റെ ആദ്യം പാടുന്ന എന്ന് പറഞ്ഞാൽ 100 ആളുണ്ടാവും. ഞാൻ ഇയാളെ യേശുദാസിന്റെ ആദ്യം പാടുന്ന അവനെന്ത് പിന്നെ യേശുദാസിന് വേണോ? അദ്ദേഹത്തിന് അങ്ങനത്തെ കുറെ ആളുകളെ വിളിച്ചാൽ പോരെ. അതായത് യേശുദാസിന്റെ ആദ്യം പാടുന്നത് പാട്ടുകാരനല്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ വരച്ചു വെക്കുന്നവരുണ്ട്. എൻ്റെ മകൻ ഭയങ്കര വരക്കാരനാന്ന് പറയും. ഫോട്ടോ നോക്കിയിട്ട് അതേ ജാതി വരച്ച് വലിയ ഫോട്ടോ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അവന് കലാകാരനായിട്ട് ആരും കണക്കാക്കുന്നില്ല. എന്തിന് നമ്മുടെ രവിവർമ്മനെ വരെ പെയിന്ററായിട്ട് വലിയ ആള്, നമ്മുടെ രവിവർമ്മ രാജല്ലേ, രാജാവിനെ തന്നെ കലണ്ടർ പെയിന്റർ എന്ന് പറയുന്ന അധിക്ഷേപിക്കുന്ന ഒരുവിധം വലിയ കലാ നിരൂപകന്മാരുണ്ട്. എന്താണ് വെച്ചെങ്കിൽ അദ്ദേഹമൊക്കെ മോഡൽ വെച്ചിട്ട് അതേ ജാതി വരയ്ക്കുന്ന ആളുകളാണ്. മനസ്സിലായി? ഇവര് ക്രിയേറ്റീവായിട്ട് പുതിയത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നാടകം, പ്രൊഫഷണൽ നാടകം, നേരത്തെ പറഞ്ഞ അത് കമേഴ്ഷ്യൽ സിനിമ ജാതി തന്നെ ഓഡിയൻസിന് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കുക, എന്നിട്ട് നമ്മൾ കാശുണ്ടാക്കുക. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ പറയാം, കുറച്ചും കൂടി മോശമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ വേശ്യാലയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നല്ല നല്ല കുട്ടികളെ കൊടുത്താൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് കാശുണ്ടാക്കാൻ ആളുകൾക്ക് തൃപ്തി അതാണ്. അവരെ കൊണ്ടുവന്ന് ഇത് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളും അവർക്ക് കാശുണ്ടാക്കലാണ്, ഉപജീവന മാർഗമാണ്. അപ്പൊ അവര് ജനങ്ങൾക്ക് തൃപ്തി നൽകുന്നതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അപൂർവമായിട്ടാണ് ഈ എക്സ്പെരിമെന്റേഷൻ വരുന്നത്. ഈ എക്സ്പെരിമെന്റേഷൻ ചെയ്യുമ്പോഴും ഇതേ 10 ഞാൻ നേരത്തെ പറഞ്ഞില്ല, 10 അല്ലെങ്കിൽ 50 റാപ്പ് ഡാൻസർമാരിന് പകരം ഞാൻ 500 ആളെ വെച്ചു എന്നുള്ള എക്സ്പെരിമെന്റ് അല്ല. അല്ലെങ്കിൽ ഞാൻ 10 ഡ്രസ്സ് മാറി ഹീറോയിൻ ഒരു ഡാൻസിൽ അത് ഞാൻ 50 പ്രാവശ്യം മാറിയിട്ടുണ്ട്, എൻ്റെ ഹീറോയിൻ 50 എണ്ണം. അത് എക്സ്പെരിമെന്റ് അല്ല. ഇത് കൂടുതലായിട്ട് എങ്ങനെ പറയാൻ പറ്റും, അല്ല കൂടുതലായിട്ട് ഈ മീഡിയത്തിനനുസരിച്ചിട്ട് എന്തെല്ലാം പുതിയതായിട്ടുള്ള പരീക്ഷണങ്ങൾ എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കാൻ സാധിക്കുക, അതിലാണ് എക്സ്പെരിമെന്റ്. അങ്ങനത്തെ കുറെ അമച്വർ ആളുകൾ വരും. ഇതെല്ലാവരും അമച്വർ നാടകങ്ങളാണ് ആദ്യം തുടങ്ങുക. ഇപ്പൊ കെ.ടി. മുഹമ്മദിന്റെ ആദ്യത്തൊക്കെ അമച്വർ നാടകങ്ങളായിരുന്നു. അത് പിന്നെ അദ്ദേഹം അത് തുടങ്ങും. ട്രെൻഡ് സെറ്റർ അതാണ്. അതായത് പുതിയതായിട്ടുള്ളൊരു മാതൃക ഉണ്ടാക്കുന്ന ഈ അമച്വർ നാടകങ്ങൾ അത് തുടങ്ങിയാൽ അത് തിരക്കടില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരത് കോപ്പി ചെയ്യും, ആര് പ്രൊഫഷണൽസ്. അപ്പൊ എപ്പോഴും അമച്വർ നാടകക്കാർ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഇതിനനുസരിച്ചിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ അമച്വർ എന്ന് പറഞ്ഞ് പുച്ഛിച്ചതാണ്. അപ്പൊ ഈ അമച്വർ നാടകങ്ങള് അമച്വറുകാരുടെയിലാണ് പുതിയതായിട്ടുള്ള എക്സ്പെരിമെന്റേഷൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പ്രൊഫഷണൽ നാടകങ്ങൾ അവരുടെ വയറ്റിപ്പഴപ്പാണ്. അവരെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. അവർ പലതരം നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ട്. ഏതെല്ലാം മ്ലേച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നീചമായിട്ടുള്ള ബിസിനസ് നടത്തുന്നുണ്ട്. അതുപോലെ അവർ കാശുണ്ടാക്കുന്നു. അതിനെ നമ്മൾക്ക് ഒരു വിമർശനയോഗ്യമല്ല, അതിനെപ്പറ്റി പ്രതിപാദ്യ യോഗ്യമല്ല. നമ്മൾ കുറെ ആളുകൾ കാണാൻ പോകുന്നുണ്ട്. അത് അതേ ജാതി തന്നെ ഇല്ലെങ്കിൽ ഒരേ ജാതി തന്നെ പ്രസംഗങ്ങൾ വരും. അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രിമാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ അതേ ജാതി തന്നെ ഇരിക്കും എല്ലാവരും. ആളുകൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ആളുകൾക്ക് ഇഷ്ടം അതേ ജാതി ചെയ്യുന്നവൻ എന്ത് പുതിയതായിട്ട് ചെയ്യുന്നില്ല. പുതിയതായിട്ടൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അതിന് പ്രൊഫഷണലുകാർ വലിയ കേമാന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൊഫഷണലുകാരും റിയലിസ്റ്റിക് നാടക അഭിനയം ആദ്യം മധ്യാന്തം വരെ തുടക്കത്തിൽ മുതൽ അവസാനം വരെ റിയലിസ്റ്റിക്, അതായത് സ്വാഭാവികമായിട്ടുള്ള അഭിനയമില്ല. അത് അവിടെ കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തള്ളയ്ക്ക്, അതായത് ഹ്രസ്വദുഃഖമായിട്ടുള്ള ചെവിക്ക് പദമുള്ളതായിട്ടുള്ള ലാസ്റ്റ് റോലിരിക്കുന്ന പദവിക്ക് കാണാൻ പറ്റുക. അപ്പൊ അവർ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടാണ് അഭിനയിക്കുക. അത് വേണം, കുറച്ച് എക്സാജറേറ്റ് ചെയ്യണം. അത് അവരുടെ ഇതാണ്. പക്ഷേ ഇവർക്ക് പിന്നെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ സക്സസ്ഫുൾ അല്ല. അവന് പറ്റിയും കുട്ടിയും മേടിച്ചിട്ട് അവന് നിർത്തേണ്ടി വരും. മറ്റിപ്പോൾ ഒരേ ജാതി. അതാണ് ഇപ്പൊ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ഈ അവാർഡ് കൊടുക്കുന്ന ജഡ്ജിമാരൊക്കെ പറയുന്നു, ഒന്നും ഇതില്ല, എല്ലാം ഒരേ ജാതിയാണെന്നൊക്കെ പറയുന്നത് അതാണ്. ആളുകൾക്ക് പൊതുജനം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അത് നല്ലതാണെന്നുള്ളതല്ല എന്ന് മാത്രമല്ല, മറ്റൊരു ബോധപൂർവം പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നൽകിയിട്ട്
അവരെ ഒരു തരം മയക്കുമരുന്ന് കൊടുത്തിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അത് കമേഴ്ഷ്യൽ സിനിമയായാലും അതെ, പ്രൊഫഷണൽ നാടകമായാലും. ഈ അമേച്ചർ നാടകങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടുതൽ വളർന്നു ആദ്യം ഒരു വളർച്ച ഉണ്ടായിരുന്നല്ലോ. താങ്കളെ ചാവർപ്പടൊക്കെ എഴുതുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന വളർച്ച പെട്ടെന്ന് ഒരു സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. സ്തംഭനം ഉണ്ടാവും ചിലവർ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഒറ്റ നാടകം ചെയ്യുന്നവളാണ്. ഒരു നാടകം പ്രസന്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ദാ 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 എന്ന് പറഞ്ഞിട്ടൊരു നാടകം, അത് സംസ്കൃതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രത്യേക തരം ആളാന്ന് പറഞ്ഞില്ലേ, ഈ പടം ചെയ്തതിന് ശേഷം ഞാൻ സിനിമയെല്ലാം എടുക്കാൻ പോകുന്നു, ഒരു നാടകമാണ് എടുക്കാൻ പോകുന്നത്. അതും തന്നെ സംസ്കൃത നാടകമാണ്. അപ്പൊ അത് എന്നെ പറ്റി സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഇതാണ്. നിങ്ങളൊരു സാധാരണ ഒരു വഴക്കമായിട്ട് കണക്കാക്കണ്ട, അത് എൻ്റെ ഒരു പ്രത്യേക തരം ഇതാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ഒറ്റ നാടകം ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ജാവർപ്പടം ഞങ്ങൾ സ്റ്റേജ് ചെയ്തിരിക്കുന്ന ആകെ 4 സ്ഥലത്ത്. ഒന്ന് നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ പോയി, സാഹിത്യ അക്കാദമി അവാർഡിൽ പോയി, പിന്നെ മറ്റേ എന്താണ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡിന് പോയി, പിന്നെ സാഹിത്യ പരിഷത്ത് 4 കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. അന്ന് എല്ലാ ക്ലബ്ബുകളും വരുത്തി കാണിക്കുന്നത്, ഞാൻ ഒന്നിനും കൊടുത്തില്ല. അതെനിക്ക് അവരുടെ ടേസ്റ്റ് നമ്മളിലായിട്ട് പോവില്ല. പക്ഷെ അത് പലയിടത്തും അഭിനയിച്ചിട്ട്, പലയിടത്തും അബുദാബിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞാൽ മറ്റിടത്ത് പലതും അത് അങ്ങനെ പലവരും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ ഈ 4 എനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കണം. ഒന്ന്, അതായത് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ NFDC ഉള്ളത് കൊണ്ടും, പിന്നെ പ്രവാസി ഇങ്ങനത്തെ ആളുകൾ കുറേ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനത്തെ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മറ്റത് കുറച്ച് ആളുകൾ ഉള്ളൂ വെച്ചെങ്കിൽ കൂടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ചാവർപ്പട ആദ്യം എടുത്തത് 100 റുപ്യ മേടിച്ചിട്ട്, 100 എൻ്റെ ഫ്രണ്ട്സ് എല്ലാ ആളുകളാട്ടെ, കാട്ടുവാണെന്ന് കൊളാടി പോയിന്ന് മുട്ടി ഇങ്ങനത്തെ വളരെ ആളുകൾ 100 റുപ്യ എടുത്തിട്ട് 10,000-2,000 റുപ്യ എടുത്തിട്ട് ഞങ്ങൾ ഒറ്റ സ്റ്റേജേ ചെയ്തുള്ളൂ. അത് പിന്നെ നന്നായി നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ പോയപ്പോൾ പിന്നെ ചെയ്യാണ്. അതുപോലെ എല്ലാവർക്കും പറ്റുന്നില്ല, അതാണ് പോയത്. ആളുകളും ടേസ്റ്റ് മാറിയിരിക്കുന്നു. ഓഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ നാടകം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഏതിൻ്റെയും ഓഡിയൻസ്, സിനിമയുടെ ഒക്കെ തന്നെ ഓഡിയൻസ് വളരെ ഇപ്പോൾ അമേച്ചർ നാടകം കാണാനുള്ള ആളുകളും ഇല്ല. ഇപ്പൊ സംഭാവന വെച്ച് മറ്റേ ക്ലബ്ബുകളെങ്കിലും ഉണ്ട്. ക്ലബ്ബുകൾ പ്രൊഫഷണൽ തന്നെയാണ്, ഏറ്റവും മോശമാണ്. ഈ നാടക ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു വരുത്തിയത്. അപ്പൊ ഇപ്പൊ അവർക്ക് മാർക്കറ്റില്ല. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇനി പറയല്ല, എനിക്കിപ്പോൾ കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ടൊരു നാടകം, ഇതിപ്പോ വലിയ ബഡ്ജറ്റാണ് കേട്ടോ. ഈ സംസ്കൃതം 5 ലക്ഷം റുപ്യാണ് കേട്ടോ ബഡ്ജറ്റ്. സംസ്കൃതം പഴയതിന്റെ, അതിപ്പോ ഫോറിനിലൊക്കെ പോകും. അപ്പൊ അത് കിട്ടുന്ന എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഒരു പ്രാവശ്യം കാണിക്കാൻ പറ്റുള്ളൂ, പിന്നെ ആർക്കും അത് സാധിക്കുക. അപ്പൊ ഇപ്പോഴത്തെ ആളുകള്, ഈ ഓഡിയൻസ് നാടകത്തിന്റെ ആയാലും സിനിമയുടെ ആയാലും ഒക്കെ മാറിയിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് അമേച്ചർ നാടകക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റും, അതായത് പ്രവാസികളായിട്ടുള്ള ഗൾഫുകാർക്ക് ഇതൊക്കെ പറ്റും. നിങ്ങൾക്ക് കുറച്ച് ആളുകൾ കൂടിയിട്ട് പറ്റും ഈ അമേച്ചർ നാടകങ്ങൾ. മറ്റിടത്തൊന്നും നിൽക്കില്ല. ഇപ്പൊ തിരുവനന്തപുരത്തിന് ഒരാൾ അമേച്ചർ ഇല്ല. പിന്നെ കാവാലം ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ എയ്ഡ് ഉണ്ട് അവർക്ക്. 2 ലക്ഷം 3 ലക്ഷം റുപ്യ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാനും ചെയ്യുന്നത് ഇപ്പോൾ ഗവൺമെന്റിന്റെ എയ്ഡ് തന്നെ ആയിട്ടായിരിക്കും. ഗ്രൂപ്പൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെ കണ്ടെടുക്കും? അതൊക്കെ കൂടിയാട്ടം ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ നാടകം, പഴയ സംസ്കൃത നാടകം എങ്ങനെയാണ്, അത് എങ്ങനെ മോഡേൺ ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അത് കൂടുതൽ എക്സ്പാൻഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് എന്നൊക്കെ പറയും. അതുപോലെ ഇത് നമ്മൾ ആവശ്യം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഡയറക്റ്റ് ഡയലോഗല്ല. ഇപ്പോൾ ഒരാൾ നടന്നു വരുമ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്നോട് വളരെയധികം ദ്രോഹം ചെയ്യുന്ന പല പ്രാവശ്യം ചതിച്ച ആളായിരിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കൂടി എന്തൊക്കെ പോവും, കള്ളം വരുന്നുണ്ട്, എന്നെ ഇതാണ് മറ്റൊക്കെ നമുക്ക് ഫാഷ് ചെയ്യും. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേനാ എന്താണ് കുറെ കാലമായല്ലോ കണ്ടിട്ട്, എന്താണ് ഇപ്പൊ കാണാനൊന്നുമില്ല, നിങ്ങളെ കാണാൻ ഞാൻ ഇപ്പൊ ഇന്നലെ വിചാരിച്ചുള്ളൂ എന്നൊക്കെ പറയും. നല്ലത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇയാളുടെ മനസ്സിലുള്ളത് എങ്ങനെ കാണിക്കാൻ പറ്റും? അവിടെ ഈ നടന്നു വരുന്ന ഇതിന്റെ ഇടയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അവിടെ നിർത്തിയിട്ട് സംസ്കൃത നാടകത്തിന് മുമ്പ് ചെയ്ത്, പിന്നെ നമ്മളുടെ മനസ്സ്, അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളിത് ആടും. അല്ലാണ്ട് നമ്മൾ അഭിനയിക്കുക. അപ്പൊ അത് എക്സ്പെരിമെന്റ്, അങ്ങനത്തെ ഒക്കെ എക്സ്പെരിമെന്റുകൾ സംസ്കൃതം വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരുന്നു സംസ്കൃത നാടകത്തിൽ കഴിഞ്ഞു. അപ്പൊ അതേ മോഡലാണ് സംസ്കൃതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും KP നാരായണ പിഷാരി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സംസ്കൃത പണ്ഡിതനാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു നാടകം മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നല്ലതാണ്. അത് കേന്ദ്ര ഗവൺമെന്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ നാടകം, സംസ്കൃത നാടകം. അപ്പൊ
ടൈറ്റിൽ എന്താണ് ധ ധ ധ? ഏ അതിന്റെ ടൈറ്റിൽ എന്താണ് ധ ധ ധ? ദാ 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 എന്ന് പറഞ്ഞ ഉപനിഷത്തിന്റെ ഒരു ഭാഗം. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻതല്ലേ അതെടുത്തത്. ക്രിസ്ത്യൻതിൻ്റെ ഇതിലിപ്പോ എനിക്ക് അതിനെപ്പറ്റി വളരെ ഇത് വന്നപ്പോ അതെടുത്തു. അതുപോലെ ദാ 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 എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലെ ഇതാണ്. ദമ്യത ദത്ത ദയത്വം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. അത് പലരും കൂട്ടി ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ ടി.എസ്. എലിയറ്റും പിന്നെ ഇതില് വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നെ തുടങ്ങുന്നത് ഇതിനാണ്. അപ്പൊ അത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു പദമാണിത്. അപ്പൊ അടുത്ത സംരംഭം അതാണല്ലേ? ആയിരിക്കും. അപ്പൊ പടക്കം ഇൻഷാ അല്ലാഹ്. സിനിമ അഭിനയ പഠനം, അതുപോലെ സംവിധാന പഠനം, ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ എങ്ങനെയൊക്കെ ആളുകളെ എത്ര ഗുണം ചെയ്യും? ഏതെടുത്തും പ്രയത്നമുണ്ട്. ഇപ്പൊ മമ്മൂട്ടിനെ വെറുതെ നിങ്ങൾ ഇതൊന്നും നിങ്ങൾ വല്ല വായിച്ചിട്ടുണ്ടാവട്ടെ, എത്ര അയാൾ പ്രയത്നിക്കുന്നുണ്ട് എന്നറിയോ? ഏതൊരു കലയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ നോക്കൂ. ആർട്ടിസ്റ്റിന്റെ ഈ വിരൽ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിന്റെ വർക്ക് ബുക്ക് കണ്ടിട്ടുണ്ടോ? ഇവിടെ പഠിച്ച വല്ല മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർട്ട് സ്കൂളിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പഠിച്ച ആളുകളുടെ വർക്ക് ബുക്ക് നോക്കിയാൽ മതി. ഈ കയ്യിന്റെ വിരൽ തന്നെ ഒരു പിന്നെ ഒരു 500 പേജ് വരച്ചിട്ടുണ്ടാവും. ഈ കയ്യിലെ വിരൽ വരയ്ക്കാനാണ് ഏറ്റവും അധികം. കാരണം ഈ സ്കെച്ചിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇല്ലസ്ട്രേഷൻ മാസികയിലൊക്കെ അവരൊക്കെ കൈ ഒളിപ്പിക്കും, കൈ കാണിക്കില്ല. അപ്പൊ അത് തന്നെ അയാൾ പ്രയത്നിച്ച് വരച്ചിട്ടുണ്ടാക്കുന്നത്. ഏത് ദിനം ഒരു 20% ആർട്ടുള്ളൂ, 80% ക്രാഫ്റ്റാണ്. അതായത് നമ്മൾ ചെയ്തിട്ട് ശരി ഒക്കെ തിയറിയൊക്കെ പഠിച്ചുകൊണ്ട് അവൻ പൊട്ടിയാലേ, അതായത് ചൂടി വെച്ച് നമ്മൾ അടിച്ചാൽ എന്തായാലും വരില്ല. ഒരിത്തിരി ചെരിച്ചു വെക്കണം, ചെരിച്ചു വെച്ചിട്ടാണ് അടിക്കുക. അത് അവൻ ചെയ്താലേ വരുള്ളൂ. അത് പിന്നെ അതുപോലെ കൊത്തുപണിക്കാർ ഇതൊക്കെ വരുന്നത് അവര് കുറെ കാലം ഇതുപോലെ തന്നെ സിനിമയുടെ തിയറി, പിന്നെ ഈ തിയറി ഞാൻ തന്നെ പറഞ്ഞു, ക്യാമറയുടെ ടുവേർഡ്സ് ക്യാമറ അവിടുന്ന് പോകുന്നത് ഇതാണ് സിനിമയിൽ മൂവ്മെന്റ് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ രണ്ടാൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇപ്പോഴത്തെ ആളുകൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെന്താ പറയുന്നത്? സാധാരണ സിനിമാക്കാർ, ഈ സിനിമയെ പറ്റി അറിയാത്ത ഈ കമേഴ്സ്യൽ സിനിമക്കാർ അവിടെ ക്യാമറ 2 ആളെ അല്ലെങ്കിൽ 5 ആൾ ഇരിക്കുന്നത് വെച്ചാൽ 5 ആളെ കൊണ്ടുവന്ന് കുറച്ചും കൂടി ബാക്കിലേക്ക്, അല്ലെങ്കിൽ മറ്റേ ലെൻസ് കുറച്ചൊന്ന് മാറ്റും, ഈ 5 ആളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ. പക്ഷെ അതിലെന്താണ് മുമ്പിലും പിന്നിലുമായിട്ട് അറേഞ്ച് ചെയ്യലാണ്, പെയിന്റിങ് ചെയ്യാതെ. അതാണ് അതിന്റെ ഭംഗി. അപ്പൊ എന്ത് ചെയ്യുമെങ്കിൽ ഇവിടെ വെച്ചാൽ ക്യാമറ വെച്ചാല് അതിന് പിന്നിലിരിക്കുന്നവർ പിന്നിലാണ് നീട്ടുക, ഈ സ്പേസ് ഫീൽ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ തിയറികളുണ്ട്. തിയറികള് പെയിന്റേഴ്സ് ഇതൊന്നും അറിയാണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏത് കളർ ടെമ്പറേച്ചർ എന്ന് പറയും, അതായത് നീല മുതൽ ഇപ്പൊ എൻ്റെ അതിൽ ചെയ്തിട്ടുണ്ട്. അതായത് നീല ചിലകം ആദ്യം വരുന്നില്ലേ, അത് നീല നിലാവിന്റെ ഇതിലാണ്, നീല അതില് അതിന്റെ ഉള്ളിൽ നിന്ന്. അപ്പോ പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ചോപ്പിലേക്കാണ്. ഈ പിന്നെ നീല എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കളർ ടെമ്പറേച്ചർ മരവില്ലിന്റെ ഇതിൽ വയലറ്റ് മുതൽ ഇൻഡിഗോ മുതൽ വയലറ്റ് വരെയുണ്ടോ, അത് റെഡാണ് ഏറ്റവും കളർ ടെമ്പറേച്ചർ കുറഞ്ഞത്. അതിന് ബാക്കിലാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. അത്ര തന്നെ ടെമ്പറേച്ചർ ഇല്ലാതെ നമ്മുടെ മനുഷ്യ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കാത്ത കളർ ടെമ്പറേച്ചറാണ്. അതുപോലെ വയലറ്റ്, അൾട്രാ വയലറ്റ് ആകുമ്പോൾ നമുക്കിതില്ല, അത് ഏറ്റവും കളർ ടെമ്പറേച്ചർ. അപ്പൊ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെഡിൽ നിന്ന് ബ്ലൂവിലേക്ക് കട്ട് ചെയ്യുമ്പോൾ കണ്ണിനാകെ ഒരു വിഷമാണ്. മനസ്സിലായില്ലേ? അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ കളർ ടെമ്പറേച്ചർ ഏറ്റവും വ്യത്യാസമാണ്. മഴവില്ലിലെ ഏറ്റവും ഇതിലും നീലായിരിക്കും, ഏറ്റവും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഇങ്ങേറ്റത്ത് റെഡായിരിക്കും. ഇത് റെഡ് കണ്ടെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ബ്ലൂ ആയിട്ട് വന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു റെഡ് അകത്തുനിന്നുള്ള വെളിച്ചം കാണിക്കും. എന്നിട്ട് ഞാൻ അകത്തേക്ക് കട്ട് ചെയ്യാണ്. അകത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ ജനാലിന്റെ ഉള്ളിൽ കൂടെ ബ്ലൂ കാണിക്കും. അതൊക്കെയാണ് ഈ സൗന്ദര്യ ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ അതിന് ഭംഗി കൊടുക്കുന്നതും അതാണ്. അപ്പൊ അത് ആളുകൾക്ക് നിങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. കാണുന്ന ശരിക്കും കുറച്ച് അറിയുന്ന ആളുകൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെപ്പറ്റി കുറെ പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ചെയ്തേണ്ട മറ്റേ അപ്പറന്റീസ് സിസ്റ്റമാണ്. എന്താണ്, അവര് ബാക്കി ഒരു ക്യാമറാമാന്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്റെ ഗുരു ഇങ്ങനെ ചെയ്തു, അത് ഞാനും ചെയ്യുന്നു നേരിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നീ ക്യാമറ ഇവിടെ വെച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു ഫോർഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു പൂച്ചട്ടിയെങ്കിലും വെച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ശിഷ്യന് പറയാനില്ല. എൻ്റെ ഗുരു അവിടെ വെക്കാറുണ്ട്, ഞാനും അത് എന്തിനാണ് നിങ്ങൾ ഡെപ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ തിയറി പഠിക്കുകയാണ്.
പിന്നെ പ്രാക്ടിക്കല്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും യുനെസ്കോയും കൂടിയിട്ടാണ് അതിൻ്റെ ഫണ്ടിങ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി പഠിച്ചു വരുമ്പോഴത്തേന് ഏകദേശം 10-20,000 ഫീറ്റ് എക്സ്പോസ് ചെയ്യുന്നു. അത് അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ 10 ആളാണ്. 10 ആൾ പഠിക്കുമ്പോൾ ഇത് ഞാൻ 2-3 ഷോട്ട് എടുക്കുന്നു. ഷോട്ട് എടുത്ത് അതെടുത്ത് പ്രൊജക്റ്റ് ചെയ്യും. ഈ 9 ആളും അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, മാഷും. നീ അതെടുത്തത് ഇതില്ല. അപ്പം നമ്മൾ ചെറിയൊരു ഇതാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ 9 ആളുടെ അത് പഠിക്കുകയാണ്, നമ്മളെ ഇത് കാണിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോഴെന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കായിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് പിറ്റേന്ന പടം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വരുന്ന വലിയ ആളുകൾ, അതായത് കാര്യാട്ടിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു സേതുമാധവൻ, കൃഷ്ണൻ നായർ, ഇതൊക്കെ നമ്മൾ ഷൂട്ടിങ് കാണാൻ വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുണ്ട്. അത് പരിശീലനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പെയിന്റർ ഈ കൈയുടെ വിരൽ പഠിക്കുന്ന അത് കണ്ടമാനം പരിശീലനം ഇല്ലാണ്ട് ഗുരു ചെയ്തത് ഞാൻ ക്യാമറ തൊടാൻ സമ്മതിക്കില്ല. ഒരു ക്യാമറ അസിസ്റ്റന്റിനെ അറിയാം. അതായത് 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാലാണ്. അതുവരെ ഈ തൂക്കി കൊണ്ടു നടക്കാന്നല്ലാതെ ക്യാമറ അസിസ്റ്റന്റിന്. മറ്റത് അവിടെ ഉണ്ട്, ചെന്ന് വഴിക്കുന്ന ക്യാമറ തൊടുകയാണ് ഒരു ക്യാമറ സ്റ്റുഡന്റ്. അപ്പൊ അവർക്ക് അതിനുള്ള ഇത് കിട്ടുന്നു, പരിശീലനം കിട്ടുന്നു എന്ന് മാത്രമല്ല അനവധി ആളുകളുടെ എക്സ്പീരിയൻസ്. എപ്പോഴും ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പലരും മുൻതലമുറക്കാരുടെ എക്സ്പീരിയൻസ് കോഡിഫൈ ചെയ്തിട്ട് നമുക്ക് പകർന്നു തരികയാണല്ലോ. ഇത്ര കൊല്ലം, അതായത് 1000 കൊല്ലം കൊണ്ട് പലരും ഉണ്ടാക്കിയിട്ടുള്ള ആർജിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ഇതാണല്ലോ. ആ അനുഭവങ്ങൾ പറയാണല്ലോ. അപ്പൊ ആ അനുഭവങ്ങൾ ക്രോഡീകരിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് പറയല്ലേ. അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്രോസസ്സ് അറിയേണ്ട ആവശ്യമില്ല. അത് തിയറിയിൽ പഠിക്കാറുണ്ട്. അതുപോലെ എല്ലാത്തിനും തിയറി കണ്ടുപോകാനും പഠിക്കണം. പിന്നെ പരിശീലനം വളരെ. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം, അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഭയങ്കര എന്താണ്, അതായത് ട്രെയിനിങ് ആണ്. ഇതേ ജാതി ട്രെയിനിങ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ആർട്ടിസ്റ്റ് ഈ കൈ വരയ്ക്കുന്ന 500 പേജെങ്കിലും വരച്ചിട്ടുണ്ടാവും. ഒരു വർക്ക് ബുക്ക് എടുത്ത് നോക്കും ഇവിടെ പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുണ്ടാവും 20% ആർട്ടിസ്റ്റ് ഒരു ബേസും ഇല്ലാത്ത, അതായത് ഇയാൾക്ക് പ്രതിഭ യാതൊന്നും ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ബേസിസിൽ, അതായത് നമ്മളൊരു 20% 30% ബേസിക് പ്രതിഭ ഉണ്ട്, ഇയാളുടെ നൈസർഗികമായിട്ടുള്ള വാസന ഉണ്ട്. അത് പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ് നമ്മുടെ ട്രെയിനിങ്. അതിന് നമ്മുടെ ട്രെയിനിങ് കൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ ഗുരു പഠിച്ചത് മാത്രമേ ഉള്ളൂ. അതല്ല, എത്രയോ 10,000 ഇതിപ്പോ 100 കൊല്ലമുണ്ട് സിനിമ. അത്ര വ്യത്യസ്തമായിട്ടുള്ള വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ അനുഭവ സമ്പത്ത്, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്തിട്ടുള്ള സൃഷ്ടികൾ, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഒരു 3 കൊല്ലം കൊണ്ട് അവിടെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ സിനിമകളും കാണുകയാണ്. അതായത് ക്ലാസിക് സിനിമകൾ മുഴുവൻ കാണുന്നു. അപ്പൊ ഇതിനുള്ള വലിയതായിട്ടുള്ള സാഹചര്യം കിട്ടുന്നു. മറ്റേ നമ്മൾ ഗുരുവിനെ മാത്രമേ കാണുള്ളൂ. ഗുരു ചെയ്തത് എന്താണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന്റെ കാരണം തന്നെ പറയാൻ പറ്റില്ല അപ്പറന്റീസ് സിസ്റ്റത്തിൽ. അതല്ല, പലരുടെയും കൂടിയിട്ടുള്ള ടെക്സ്റ്റ് പുസ്തകം ഉണ്ടാവും. സിനിമകൾ തന്നെ ഏറ്റവും അധികം ഞങ്ങളൊരു ദിവസം 10 സിനിമയൊക്കെ കണ്ട ദിവസങ്ങളുണ്ട്. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 12 മണി വരെ സിനിമ ആണ് തന്നെ. അതിനെ സാധാരണ ഇവിടെയൊന്നും കാണാൻ സാധിക്കാത്ത സിനിമകളാണ് കേട്ടോ, ക്ലാസിക് സിനിമകൾ കാണാൻ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. അല്ലാണ്ട് പെട്ടെന്ന് കണ്ട് ചെയ്യാൻ പറ്റും, പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പ്രതിഭ ബേസിക് ആയിട്ട് വേണം. അല്ലാണ്ട് നിങ്ങളെല്ലാവരെയും പിന്നെ കലാകാരന്മാരായിട്ട് വാർത്തെടുക്കാൻ പറ്റുമോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാന്നല്ല. നമ്മൾ അങ്ങനത്തെ ആളുകൾ നന്നാവുന്നുണ്ട്. ബേസിക് ആയിട്ട് പ്രതിഭ ഇല്ലാത്ത ആളുകൾ പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അത് പരിശീലനം കൊണ്ട്. ഇനി ഞങ്ങളെ പോലുള്ള പ്രവാസി സംഘടന പോലത്തെ സംഘടനകളുണ്ടല്ലോ ഇവിടുത്തെ വിദേശത്ത് പല സ്ഥലത്തൊക്കെ ഉള്ളത്. അപ്പൊ താങ്കൾ നാട്ടിൽ നിന്ന് വന്നൊരു അതിഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോടൊക്കെ എന്താ ഉപദേശിക്കാനുള്ളത് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരോട്? ഞാൻ പറഞ്ഞു തന്നെ, ഈ കമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ പ്രൊഫഷണൽ സിനിമയുടെ ഇതിൽ നിന്ന്, ക്ലച്ചസിൽ നിന്ന്, അതായത് പിടുത്തത്തിൽ നിന്ന് കുറച്ചും കൂടി, അതായത് എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്, മാധ്യമം കൂടുതലായി വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ. ഇപ്പൊ ഐ ആം നോട്ട് ബോസ്റ്റിംഗ് ഓർ ബ്രാഗിങ് വെൻ ഐ സേ, അതായത് എൻ്റെ വളരെ വ്യത്യസ്തമാണ് ഈ സിനിമ. ഇന്നലെ ഞങ്ങൾ കണ്ടത്, സാധാരണ നിങ്ങൾ എത്രയോ സിനിമകൾ കാണുന്നുണ്ട്, അതിൽ നിന്നൊരു വ്യത്യസ്തം. ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നതും വ്യത്യസ്തമായിട്ട്. ഇപ്പൊ തനൂസിലൊന്നും അല്ലെങ്കിൽ ഹിരോഷിമ മോണോമാർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ വളരെ അത് ആളുകൾ ആദ്യത്തേതായിരിക്കും എടുക്കില്ല. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഇപ്പൊ NFDC എനിക്ക് ഫിനാൻസ് ചെയ്യാണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഒറിജിനൽ അല്ല, ശരിക്കൊരു
പ്രൈവറ്റ് പ്രൊഡ്യൂസർ ഇതിന് ഫിനാൻസ് ചെയ്യില്ല. ഒന്ന്. രണ്ടാമത് അവർ ഈ പനോരമയ്ക്ക് എടുത്തത് കൊണ്ട്, പനോരമ എന്ന് പറഞ്ഞിട്ട് അത് ഫോറിൻ എക്സ്പോർട്ട്, അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പ്രവാസി എന്നുള്ള സംഘടന നിങ്ങൾ പ്രൊഫഷണൽ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ പടങ്ങളെല്ലാം വിളിക്കുക അല്ലെ, എന്താ മോഹൻലാലിൻ്റെ അഭിനയിച്ചതോ അല്ലെങ്കിൽ ഇതല്ല വിളിക്കുന്നത്, നിങ്ങൾ വിളിക്കുന്നത് ഇങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെ സംഘടനകളുടെ ഔദാര്യം എന്ന് ഞാൻ പറയുന്നില്ല, ഇവരെ പ്രോത്സാഹനം വളരെയധികം ഗുണമാണ്. പുതിയതായിട്ടുള്ള ട്രെൻഡുകൾ വരാൻ, ട്രെൻഡ് സെറ്റേഴ്സ്, പുതിയതായിട്ടുള്ള എക്സ്പെരിമെന്റ്, പുതിയതായിട്ടുള്ള സിനിമകളും വരാൻ. മറ്റത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെ അത് ഈ പ്രവാസി വളരെ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് അപ്പൊ അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്ര ആർഭാടമായിട്ട് ചെയ്യുന്നു വേണ്ട ആവശ്യമില്ല, എന്നാലും പിന്നെ കുറച്ചും കൂടിയും നമ്പർ കൂട്ടിയിട്ട് മറ്റേ ഒരു ഇവരെയും തന്നെ സ്റ്റാർമാരെ കൊണ്ടുവരണേ, അത് വരണ്ട, നിങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ജീവിച്ചാലും വന്നാലും ഞങ്ങൾക്ക് വളരെ വലിയതായിട്ടുള്ളൊരു ആവേശമാണ് ഇങ്ങനത്തെ ഒരാളുകൾ, എൻ്റെ ഒരു സംഘടന നമ്മളുടെ സിനിമകൾ വരാൻ പോയി. ഇപ്പൊ കൂടുതൽ ആളുകൾക്ക് ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പരിമിതികൾ ഉണ്ടാവും, നിങ്ങൾ വളരെ ലാവിഷാണ്, പക്ഷേ അതന്നെ ഇല്ലാതെ കൂടുതൽ ആൾക്ക് സൗകര്യം കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽ വെക്കുന്നുണ്ടല്ലോ, അത് കുറേയും കൂടിയും നമ്പർ ഇങ്ങനത്തെ കുറേ, എൻ്റെതിപ്പോൾ എനിക്കൊരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. ഇപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ നമ്പറുകൾ ധാരാളം വരുന്നുണ്ട്. അവരൊക്കെ കൂടുതൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വെച്ചാൽ ഗ്ലാമർ പോകും. ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടുന്ന ഗ്ലാമർ നിങ്ങൾക്ക് വേറൊരാളെ കൂടുന്നത് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഗ്ലാമറാണ് നോക്കുന്നത് വെച്ചെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് വെച്ചെങ്കിൽ ഇങ്ങനത്തെ പ്രോത്സാഹനം കിട്ടാത്ത നല്ല പടങ്ങൾ എടുക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലിമിൽ അഭിനയിക്കുന്ന പുതിയ ആളുകളുണ്ട്. അവരൊക്കെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു നന്നായിരുന്നു. എന്തായാലും പ്രവാസി ഉള്ളത് കൊണ്ട് വളരെയധികം ഇങ്ങനത്തെ സംഘടനകൾക്ക് പലതും ഗുണം ചെയ്യാൻ സാധിക്കും. പ്രവാസിയോട് കൂടെ വന്ന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞപ്പോൾ. ഏതായാലും ഇത്രയും അവസരം തന്നതിന് സന്തോഷം, നന്ദി.